18 പുരാണങ്ങളുണ്ട്. ഈ 18 പുരാണങ്ങളും വ്യാസവിരചിതമാണ്. വേദത്തിൻ്റെ സാരാംശത്തെ നമ്മളിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ടാണ് പുരാണങ്ങളെ ചമച്ചിട്ടുള്ളത്. അപ്പോൾ പുരാണത്തിൻ്റെയൊക്കെ സത്ത എവിടെയാണെന്ന് ചോദിച്ചാൽ, പുരാണത്തിൻ്റെയൊക്കെ പൂർണ്ണമായ ഫലം അല്ലെങ്കിൽ അതിൻ്റെ സത്ത എവിടെയാണെന്ന് ചോദിച്ചാൽ വേദങ്ങളാണ്. അടിസ്ഥാനപരമായി നമ്മുടെയൊക്കെ ശാസ്ത്രം ഏതാ? വേദമാണ്. മനസ്സിലായില്ലേ? ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയാം, ഏത്? വേദമാണ്. അല്ലെങ്കിൽ നമുക്കൊരു സംശയം വരും, രാമായണമുണ്ട്, ഭാഗവതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, അല്ലേ, ദർശനങ്ങളുണ്ട്, മീമാംസകളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, ഇതിലേതാ? ഒറ്റ ഉത്തരം വേദമാണ്. വേദത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേദം എന്നത് വളരെ ശ്രേഷ്ഠമായ ഉന്നതമായ ജ്ഞാനം കൊണ്ട് സമ്പുഷ്ടമാണ്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവെന്നാണ്. അപ്പോൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചോളം നമുക്കെല്ലാവർക്കും വേണ്ട വിധത്തിൽ അതിനെ അങ്ങോട്ട് ആ നിലയിലേക്ക് ഉയർന്നുൾക്കൊള്ളാൻ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ടാവും, ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ്, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നമ്മുടെ ഋഷീശ്വരന്മാർ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ജ്ഞാനത്തെ നമ്മളെപ്പോലെയുള്ളവർക്ക് വേണ്ടി ഒന്ന് ലളിതമാക്കി പറയാൻ ആഗ്രഹിച്ചു. അപ്പം നമ്മൾ ഒരു സംഭവം കണ്ടു, അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ കേട്ടു. ഇപ്പോൾ ഇവിടെ നിന്നൊരു പുരാണത്തിലെ കഥ കേട്ടു. ഞാൻ നിങ്ങളോട് പറയുന്ന നിലയിലായിരിക്കും നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ, ആണോ? അവൻ്റെ പ്രായം കൂടി മനസ്സിലാക്കി കുറച്ചുകൂടി ലളിതമാക്കിയിട്ടല്ലേ പറയുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അതേ കണക്ക് വ്യാസഭഗവാൻ ചെയ്തു, അതിനെ ഒന്ന് ലളിതമാക്കാൻ തീരുമാനിച്ചു, ഉപനിഷത്തുക്കളാക്കി ചമച്ചു. അപ്പോഴും അദ്ദേഹം നോക്കിയപ്പോൾ സാധാരണക്കാരൻ അങ്ങോട്ട് അതിലേക്ക് വരുന്നില്ല. അപ്പോൾ സാധാരണക്കാരന് ഏറ്റവും ഉപനിഷത്തുക്കളിൽ എന്താ പ്രശ്നം? ഉപനിഷത്തിൽ ഗുരുശിഷ്യ സംവാദം പോലെയാണ്, ചോദ്യോത്തരം പോലെയാണ് ഉപനിഷത്ത് രചിക്കപ്പെട്ടത്. അപ്പോൾ കഥാരൂപത്തിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ കഥകളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളതല്ലേ കഥ? കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്നുകിൽ നല്ല കഥ അല്ലെങ്കിൽ മോശപ്പെട്ട കഥ. മനസ്സിലായില്ലേ? ഒട്ടും സമയമില്ല എന്ന് പറയുന്ന ഒരാളിനോട് പോലും നമ്മൾ വഴി തടഞ്ഞു നിർത്തി നല്ല കഥ പറയാൻ പോയാൽ ചിലപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞാൽ അയാൾ ഓടും. ചിലപ്പോൾ മോശമായ കഥയാണ് പറയാനുള്ളതെങ്കിൽ അയാൾ പെട്ടെന്ന് അവിടെ നിൽക്കത്തില്ലേ? അല്ലേ? എല്ലാവരും അങ്ങനെ ഞാൻ ഒന്നടങ്കം പറഞ്ഞല്ലേ, ഒരു പൊതുവായ രീതിയിൽ പറഞ്ഞാണ്. അപ്പോൾ കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ കഥാരൂപത്തിൽ ഈ വേദസാരത്തെ പറയാൻ, അതുകൊണ്ട് പറയും പുരാണം വേദസാരം കൊണ്ട് നിറഞ്ഞതാണ് പുരാണങ്ങൾ. ആ വേദജ്ഞാനത്തെയാണ് പുരാണങ്ങളിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അങ്ങനെ 18 പുരാണങ്ങൾ ചമച്ചു. ഈ 18 പുരാണങ്ങളിൽ നിന്നും മഹാപുരാണം എന്നൊരു പേരുള്ളത് ഏതിനാണ്? ഭാഗവതത്തിനാണ്. മനസ്സിലായില്ലേ? 18 പുരാണങ്ങളിലും മഹാപുരാണം എന്ന പേരുള്ളത് ഭാഗവതത്തിനാണ്. എന്നാൽ ഭാഗവതത്തിന് അങ്ങനെ ഒരു പ്രത്യേകത വരാൻ കാരണമെന്ന് ചോദിച്ചാൽ, ബാക്കി എല്ലാ പുരാണങ്ങളും രചിക്കപ്പെട്ടുള്ളത് 5 ലക്ഷണത്തിനനുസരിച്ചിട്ടാണ്. പുരാണങ്ങൾക്ക് 5 ലക്ഷണങ്ങളാണ് ശാസ്ത്രവിധിയിൽ ഉള്ളത്. പക്ഷെ ഭാഗവതത്തിന് മാത്രം 10 ലക്ഷണങ്ങളോടുകൂടി ചേർത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഭാഗവതത്തിൽ 10 സ്കന്ധങ്ങൾ, അതായത് 3-ാമത്തെ സ്കന്ധം തൊട്ട് ഓരോ സ്കന്ധം സർഗം വിസർഗം ഇങ്ങനെ തുടങ്ങി മന്വന്തരം ഊതി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ഓരോ അധ്യായത്തിലേക്ക് നമുക്കത് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് 2 സ്കന്ധങ്ങൾ, 1ഉം 2ഉം സ്കന്ധങ്ങളിൽ ആദ്യത്തെ സ്കന്ധം അധികാരി സ്കന്ധം എന്ന് പറഞ്ഞ്, രണ്ടാമത്തത് അതിൻ്റെ വക്തൃത്വ സ്കന്ധം എന്ന നിലയിൽ പറയും. അപ്പോൾ അധികാരി സ്കന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അധികാരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ നേടിയ ആളിനെ അധികാരി എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, നേടാൻ അർഹതയുള്ളവനെ അധികാരി എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഭാഷയുടെ അർത്ഥവ്യാഖ്യാനത്തെ നമ്മൾ എടുക്കണം. നേടുവാനുള്ള യോഗ്യത. അപ്പോൾ ഭാഗവതം നേടുവാനുള്ള യോഗ്യതയുണ്ട്. എന്താ ഈ യോഗ്യത? ഇവിടെ യോഗ്യനായ ഒരാളിനോടാണ് ഭാഗവതം ഉപദേശിക്കുന്നത്. ആ നിലയിലാണ് ഭാഗവതം ചർച്ച ചെയ്യപ്പെടുന്നത്. ആരോടാണ് ശ്രീശുകൻ ഭാഗവതം ഉപദേശിക്കുന്ന? ആരോടാ? ശ്രീശുകൻ ഭാഗവതം ഉപദേശിക്കുന്ന ആരോടാ? പരീക്ഷത്തിനോട്. ഒക്കെ പറയുന്നേ പരീക്ഷത്തിനോടാണ്, അല്ലേ? അപ്പം പരീക്ഷത്തിനോ യോഗ്യത നേടിയത് കൊണ്ടല്ലേ കിട്ടിയത്. അപ്പോൾ ആ യോഗ്യത നേടിയ അവസ്ഥ എന്തായിരുന്നു? പരീക്ഷത്തിന്റെ ഈ ഭാഗവതം കേൾക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? പരീക്ഷത്തിന്റെ എന്താ അവസ്ഥ? പരീക്ഷത്തിന് ഉത്തമമായ ഒരു ബോധ്യമുണ്ടായി. എന്താ? 7-ാം നാൾ മരണം. മനസ്സിലായില്ലേ?
ഉത്തമമായ ബോധ്യം, മാറ്റമില്ലാത്ത ബോധ്യമെന്നും ഈ ശരീരം നശിക്കുന്നതാണെന്നും ഇത് വിട്ടു പോകേണ്ടതാണ് എന്ന ഉത്തമമായ ബോധ്യം നമുക്കൊക്കെ അറിയാമെങ്കിൽ നമ്മൾ അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ ഇച്ചിരി പ്രയാസം. നമുക്കൊക്കെ അറിയാം. അറിയുന്നതും വിസ്മരിക്കുന്നതുമായ ഒരു സത്യമല്ലേ മരണം? അല്ലേ? അറിയുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ വിസ്മരിക്കും. അപ്പോൾ കൃത്യമായ നിലയിൽ പരീക്ഷത്തിന് ഈ ജീവിതം എന്ന് പറയുന്ന ഈ ശരീരം എന്നത് നശ്വരമാണ് എന്നും ശാശ്വതമായത് ആത്മാവാണെന്ന ബോധം ഉണ്ടായി. അപ്പം മരണം ആസന്നമായിരിക്കുന്ന അവസ്ഥ, യഥാർത്ഥത്തിൽ പരീക്ഷത്തിന് ഈ ബോധം ഉണ്ടായത് ഈ ശാപം കൊണ്ടല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. ശാപം കൊണ്ട് മാത്രമല്ല, എല്ലാ ജീവനും ജനിച്ചു കഴിഞ്ഞാൽ ജനനത്തോടൊപ്പം തന്നെ ഈ അവസ്ഥ ബോധ്യം വരേണ്ടതാണ്, ബോധ്യം ഉള്ളതാണ്. അല്ലേ? ശരിയല്ലേ? നമ്മുടെ മുമ്പിൽ മാറ്റമില്ലാത്തതായ ഒരു സത്യം പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനെ വിട്ടു കഴിഞ്ഞാൽ ഏതാ? ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? മരണം ഉണ്ടാവും. പരീക്ഷിക്കുന്ന സംബന്ധിച്ചോളം ഇതിൽ 7 ദിവസം ഒരു ഗ്യാപ്പെങ്കിലും കിട്ടി. നമുക്ക് ആ ഉറപ്പുണ്ടോ? ഉണ്ടോ? നമുക്ക് ആ ഉറപ്പില്ല. ആ ഉറപ്പ് പോലും നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരുമ്പോൾ ചില ഈ പേഴ്സണാലിറ്റി ട്രെയിനർമാർ, മോട്ടിവേഷൻ ട്രെയിനർമാർ പറയും, നാളെ ചെയ്യേണ്ട കാര്യം ഇന്നേ ചെയ്തു തുടങ്ങുക. ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റി വെക്കരുത്. മാറ്റി വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. അത് പഠിക്കുന്ന കാര്യമാണെങ്കിലും തൊഴിലിൻ്റെ കാര്യമാണെങ്കിലും ജീവിതത്തിൻ്റെ കർമ്മമാണെങ്കിലും. മനസ്സിലായില്ലേ? നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടതോ അന്നേരം തുടങ്ങിയേക്കുക. മാറ്റിവെക്കാൻ പാടില്ല. കാരണം നാളെ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ല കേട്ടോ. മഹാഭാരതത്തിൽ നിന്നുമായിട്ട് ചേർത്തിട്ടൊരു കഥ പറയാറുണ്ട്. ഒരിക്കൽ ഒരു സാധാരണക്കാരനായ ഒരാൾ ധർമ്മപുത്രനെ കാണാൻ വന്നു. ധർമ്മപുത്രരോട് വന്ന് പറഞ്ഞു, ഹേ രാജാവേ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിക്കാനുണ്ട്. അപ്പം ധർമ്മപുത്രൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം തീരാറായല്ലോ, എന്തായാലും നാളെ ആവട്ടെ, നാളെ തങ്ങളുടെ കാര്യം പരിഗണിക്കാം, സാധിച്ചു തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭീമസേനൻ എഴുന്നേറ്റ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈയടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മപുത്രൻ ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഇല്ല ജ്യേഷ്ഠ, സന്തോഷം കൊണ്ടാണ്. എന്താ, നാളെയും എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടാകുന്നൊരു ഉറപ്പ് കിട്ടിയല്ലോ. കാരണം ധർമ്മപുത്രൻ പറഞ്ഞാൽ ആ വാക്ക് മാറില്ല. അപ്പം നാളെയും എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടാകുന്നുള്ളൊരു ഉറപ്പ്. അപ്പോഴാണ് ധർമ്മപുത്രർക്ക് ബോധ്യം വന്നത്, നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഞാൻ ഉണ്ടോ എന്നൊരു ഉറപ്പില്ല. ഇതെന്നെ പഠിപ്പിക്കാനാണ് ഭീമസേനൻ ഈ കൈയടിച്ച് തിരിച്ചതെന്ന് മനസ്സിലാക്കി ധർമ്മപുത്രർ ഉടനടി തന്നെ ആ കാര്യം പരിഹരിച്ചു കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എപ്പോഴും ക്ഷണികതയിലാണ് ജീവിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? ക്ഷണികതയിലാണ്. ഒരു വെള്ളത്തിലൊരു കുമ്മള ഉണ്ടായാൽ എത്ര നേരം ഈ കുമ്മള ഉണ്ടാവുമെന്ന് ഉറപ്പ് വല്ലതും ഉണ്ടോ? എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം. അതുപോലെ ക്ഷണികതയിലാണ്. ഈ ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിലുള്ള അഹങ്കാരങ്ങളൊക്കെ വർദ്ധിക്കുകയോ കുറയുമോ? കുറയും. മനസ്സിലായില്ലേ? നമ്മളുടെ നന്മകളെയൊക്കെ ഇല്ലാതാക്കുന്ന എന്താ? ഞാൻ എന്നും ഇവിടെ കാണും. മനസ്സിലായില്ലേ? ഞാൻ എന്നും ഇങ്ങനെ തന്നെ കാണുന്നുള്ള തോന്നൽ കൊണ്ടാണ് നമ്മളെല്ലാവരോടും മസിൽ പിടിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്. ആ തോന്നലൊന്നും മാറിക്കഴിഞ്ഞാൽ കുറേയധികം ചോർന്നു പോകാനുള്ളതൊക്കെ ദുർഗുണങ്ങളൊക്കെ, ഈ അഹങ്കാരത്തിൻ്റെ ദുർഗുണങ്ങളൊക്കെ ചോർന്ന് പൊയ്ക്കോളും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ശരി. അപ്പോൾ ഇവിടെ പരീക്ഷത്തിനെ ഒരാധാരമാക്കി. ഇവിടെ ആരാണ് പരീക്ഷത്ത്? ആരാ പരീക്ഷത്ത്? ആരാ? പരീക്ഷത്തിന് ഈ ഭാഗവതമൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഇങ്ങനെ മരണം വരുമെന്നുള്ളത് കൊണ്ട് മാത്രമാണോ? അല്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭഗവാന്റെ ദർശനം നേടിയ മഹാത്മാവാണ് പരീക്ഷത്ത്. അതിനൊരു കാരണമുണ്ട്. കൗരവ പാണ്ഡവ യുദ്ധം അത് കഴിഞ്ഞു. അവിടെ പാണ്ഡവ കുലത്തിന്റെ അവശേഷിക്കുന്ന പിന്തുടർച്ച അവകാശി എന്ന് പറയുന്നത് അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ മകനായി ജനിക്കാനിരിക്കുന്ന കുഞ്ഞു മാത്രമാണ്. അപ്പൊ ജനിക്കാനിരിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എവിടെ ആയിരിക്കും? അമ്മയുടെ ഉദരത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അഭിമന്യു യുദ്ധത്തിൽ മരണപ്പെട്ടു. പാഞ്ചാലിയുടെ മറ്റു പുത്രന്മാരെല്ലാം മരണപ്പെട്ടു. പാണ്ഡവന്മാര് വൃദ്ധാവസ്ഥയിലെത്തി, പ്രായാധിക്യത്തിലേക്ക് എത്തി. അപ്പൊ ഇനിയൊരു സന്തതി പരമ്പരകളെ പ്രതീക്ഷിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ആകെ ഇനിയുള്ളത് അഭിമന്യുവിന്റെ പത്നിയായ ഉത്തര ഗർഭവതിയാണ്.
ആ കുഞ്ഞിനാണ് അവസാനത്തെ പ്രതീക്ഷ. യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് നാട് ഭരിക്കാൻ ആരും ഇനി അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ട് വല്ല ഫലമുണ്ടോ? നേടിയത് കൊണ്ട് വല്ല ഫലമുണ്ടോ? നമ്മൾ നേടി വെക്കുന്നതൊക്കെ അനുഭവിക്കാൻ ഒരാൾ വേണ്ടേ? അപ്പോൾ ആകെയുള്ള ആ കുഞ്ഞിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടി പാണ്ഡവരോടൊപ്പം വന്നിരുന്ന ഭഗവാൻ അവിടെ നിന്ന് തിരിച്ച് തൻ്റെ ദ്വാരകയിലേക്ക് പോകുവാനുള്ള യാത്ര പറഞ്ഞ് പോകാൻ തയ്യാറായി പാണ്ഡവരുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഉത്തര കൊട്ടാരത്തിനുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഭഗവാന്റെ നേർക്ക് ഓടി വന്ന്, ഭഗവാനെ, അങ്ങ് എന്നെ രക്ഷിക്കണം, എൻ്റെ ഈ ഉദരത്തിനുള്ളിൽ ഈ കുഞ്ഞിനെന്തോ അപകടം വരുന്നത് പോലെ ഒരു അഗ്നി വന്ന് ജ്വലിക്കുന്നത് പോലെ അതിൻ്റെ തീക്ഷ്ണമായ ഒരു ചൂട് എൻ്റെ ഉദരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ആശ്രയം പ്രാപിച്ചു. ഭഗവാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി, ആരെ? അശ്വത്ഥാമാവെന്ന് പറയപ്പെടുന്ന ദ്രോണപുത്രൻ ക്രൂരതയുടെ പ്രതീകമായി മാറിക്കൊണ്ട് പാണ്ഡവരുടെ വംശനാശം ഞാൻ വരുത്തുമെന്ന് ദുര്യോധനന് മരണക്കിടക്കയിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി പാഞ്ചാലിയുടെ മക്കളെയൊക്കെ രാത്രിയിൽ വന്ന് ചതിച്ചു കൊന്നത് കൂടാതെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം പിൻവലിക്കുവാൻ വ്യാസൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അർജുനൻ പിൻവലിച്ചു. എങ്കിലും അവിടെ അശ്വത്ഥാമാവ് ഉള്ളിൻ്റെ ഉള്ളിലെ പക മാറാതെ പാണ്ഡവരുടെ വംശനാശം വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അസ്ത്രത്തെ മനസ്സുകൊണ്ട് മന്ത്രിച്ചയച്ചു. എവിടേക്ക്? ഉത്തരയുടെ ഗർഭത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വധിക്കണമെങ്കിൽ എത്ര ക്രൂരതയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. ആ ക്രൂരതയുടെ പ്രതീകമാണ് ആര്? അശ്വത്ഥാമാവ്. അങ്ങനെ അതിനെ അയച്ചു. ഈ അസ്ത്രത്തിന്റെ തീക്ഷ്ണത കൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ കിടക്കുന്ന അമ്മയുടെ ഉദരത്തിൽ ഈ ചൂട് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അമ്മയുടെ ഉദരത്തിൽ ശക്തിചക്ര ഗദാപത്മധാരിയായി പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ ആ ചക്രം കൊണ്ട് ഈ ആയുധത്തെ, ബ്രഹ്മാസ്ത്രത്തെ തടുത്തു, ആ കുഞ്ഞിനെ രക്ഷിച്ചു. മനസ്സിലായോ? അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാനെ കാണാൻ ആർക്ക് സാധിച്ചു? ഈ കുട്ടിക്ക് സാധിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന വേളയിൽ നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ ഭഗവത് സ്മൃതി ഉണ്ടാവും. ആ ഉദരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഏത് നഷ്ടപ്പെടും? ഭഗവത് സ്മൃതി നഷ്ടപ്പെടുന്നത്. അതോടുകൂടി നമ്മളിലേക്ക് ആര് കയറും? അജ്ഞാനം എന്ന മായ വന്ന് കയറും. അത് കയറുമ്പോഴാണ് നമ്മൾ ഇളാന്ന് വിളിച്ചുകൊണ്ടൊരു കരച്ചിൽ കേൾക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ നിലവിളിക്കുന്ന യഥാർത്ഥത്തിൽ ജീവൻ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ആർത്തനാദമാണ്. എന്താ ആർത്തനാദം? എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നീ വീണ്ടും വന്നോടാ എൻ്റെ ജീവിതത്തിൽ. ആരെ? മായയാകുന്ന, അജ്ഞാനമാകുന്ന പ്രാരാബ്ധ സഞ്ചിത കർമ്മഫലങ്ങൾ വന്നു ചേരുന്നത്. അപ്പൊ ഇവിടെ അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ ഭഗവാനെ കണ്ടു. ആ ഒരവസ്ഥയിൽ ആ ഭഗവാനാണ് ഈ കുട്ടിയെ രക്ഷിച്ചത്. അങ്ങനെ ഉത്തര ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് ഇവിടെ പരീക്ഷത്ത് എന്ന് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ പരീക്ഷത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? മുമ്പേ പറഞ്ഞു, ഭാഗവതത്തിലെ പേരുകളൊക്കെ നമ്മൾ ഓരോ പേരുകളും അതിൻ്റെ ചില വിധാനങ്ങളും ഒക്കെ വലിയ ആശയങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പരീക്ഷത്തിന്റെ യഥാർത്ഥ പേരെന്താ? എന്താണ്? വിഷ്ണുരാധൻ എന്നാണ്. വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവൻ. മനസ്സിലാവുന്നുണ്ടോ? വിഷ്ണു രാധൻ, വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവനാണ് ആ പേര്. പിന്നെ പരീക്ഷത്ത് എന്നുള്ള പേര് വന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കണ്ട ആ ഭഗവാന്റെ രൂപം മനസ്സിലിങ്ങനെ ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്, മാഞ്ഞു പോയിട്ടില്ല. അപ്പം പിന്നെ ജനിച്ചു കഴിഞ്ഞ് കാണുന്ന എല്ലാവരിലും ഈ രൂപത്തെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി പരീക്ഷിക്കുന്ന ഒരു ജോലി ആർക്കുണ്ടായിരുന്നു? ഈ ആൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷത്ത് എന്നുള്ള പേര് വന്നത്. പിന്നെ പരീക്ഷണത്തിലൂടെ ജന്മമെടുത്തു, അതുകൊണ്ടും പരീക്ഷത്തിനുള്ള പേര് അർത്ഥവത്തായി മാറി. ഈ പരീക്ഷത്ത് പാണ്ഡവർക്ക് ശേഷം രാജാവായി മാറി. ആ രാജാവായി മാറിയ പരീക്ഷത്ത് നായാട്ടിന് വേണ്ടി പോകുന്ന സമയത്ത്, ആ നായാട്ടിന് വേണ്ടി പോയ സമയത്ത് ദാഹമുണ്ടായി. അല്പം ജലം കിട്ടാനും ഭക്ഷണത്തിനും ഒക്കെ വേണ്ടി നോക്കുമ്പോൾ ആ വനത്തിൻ്റെ ഉള്ളിൽ ഒരു പർണശാല കണ്ടു. ഏതോ മഹർഷിമാർ തപസ് ചെയ്യാൻ വേണ്ടി കെട്ടിയിട്ടുള്ള പർണശാലയാണ്. അവിടെ പോയാൽ അല്പം ദാഹജലമൊക്കെ കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി രാജാവ് എവിടേക്ക് ചെന്നു? അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മഹർഷി ഇരുന്ന് തപസ് ചെയ്യുന്നു. ഈ മഹർഷി എടുത്ത് ചെന്നിട്ട് രാജാവ് ചോദിച്ചു, അല്പം ജലം വേണം, ഞാൻ രാജാവാണ്, ഞാനിങ്ങനെ നായാട്ടിന് വന്നതാണ്, നല്ല ദാഹമുണ്ട്, വിശപ്പും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമാണ്. വളരെ വിനയത്തോടു കൂടി, അല്ലേ? വിശപ്പ് വന്ന രാജാവും താഴെ വരുത്തില്ലേ?
വരത്തില്ലേ? എല്ലാവരും വരും. മനസ്സിലായില്ലേ? കാരണം വിശപ്പെന്ന് പറഞ്ഞൊരു വികാരമാണ്, അത് നമ്മളെ താഴേക്ക് കൊണ്ടുവരും. അപ്പം വളരെ വിനയത്തോടു കൂടി ചെന്ന് ഭക്ഷണം ചോദിച്ചു. പക്ഷേ ഈ മഹർഷി ധ്യാനത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ രാജാവിനെ ചോദിച്ചതിലൊന്നും ശ്രദ്ധ വന്നില്ല. അദ്ദേഹം അതുകൊണ്ട് അത് ശ്രദ്ധിച്ചതുമില്ല. അദ്ദേഹം തന്നെ ധ്യാനത്തിൽ തന്നെ ഇരുന്നു. രാജാവ് വീണ്ടും ചോദിച്ചു. ഓരോ തവണ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ യാചന അങ്ങ് മാറി ദേഷ്യം വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു തവണ ചോദിച്ചു കേട്ടില്ല, 2 തവണ ചോദിച്ചു കേട്ടില്ല, 3 തവണ ചോദിച്ചു കേട്ടില്ല, 4ാമത്തെ തവണ നമ്മുടെ ചോദ്യം എങ്ങനെ ആയിരിക്കും? നമ്മൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഓരോ തവണ ചോദിച്ചിട്ട് അയാൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവസാനം പൊട്ട നിന്നോട് ചോദിച്ചത് ചോദിക്കോ ഇല്ലയോ? ചോദിക്കോ ഇല്ലയോ? അത് സ്നേഹത്തോടായിരിക്കോ ദേഷ്യത്തോടായിരിക്കുമോ? ദേഷ്യത്തോടായിരിക്കും ചോദിക്കുന്നത്. രാജാവിന് കോപം. മനസ്സിലായില്ലേ? ഇവിടെ അതാണ് ഭാഗവത കീർത്തനത്തിലെ ഒരു വരിയും ഓർത്താതെ, കോപം കൊണ്ട് ശാപത്തിന് കാരണമാണ് കോപം. കോപം ദുഃഖത്തിന് കാരണം. അത് ഇവിടെ ശാപം വന്നില്ലെങ്കിലും കോപം വന്നു. കോപം മുമ്പേ പറഞ്ഞു, കാമക്രോധ മോഹം അല്ലേ? നമ്മുടെ ശത്രുവായി മാറുന്ന എങ്ങനെ, നമ്മുടെ നാശത്തിന് തന്നെ തിരിച്ചടിക്കുന്ന എങ്ങനെ. രാജാവിന് കോപം വന്നു. മഹർഷിയെ സംബന്ധിച്ചിടത്തോളം മഹർഷി എപ്പോഴും എന്ത് ചെയ്യേണ്ടതാണ്? ബഹുമാനിക്കേണ്ട ആളാണ്. ഒരിക്കൽ പോലും അനാദരിക്കാൻ പാടില്ല. ആരെ? ജ്ഞാനികളെ. മനസ്സിലായില്ലേ? ജ്ഞാനം ഈശ്വരനാണ്, അറിവ് ഈശ്വരനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ നമസ്കരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്ന വ്യക്തിയെയാണോ അറിവിനെയാണോ? അറിവിനെയാണ്. നമ്മൾ നമ്മുടെ ഗുരുവിനെ നമസ്കരിക്കുന്നത് ആ വ്യക്തിയല്ല. ആ വ്യക്തിക്ക് തോന്നുവാണ് എന്നെയാണ് നമസ്കരിച്ചത് തോന്നിയത്, അയാളുടെ അഹങ്കാരം. ഇപ്പൊ ഇവിടെ ഈ പീഠത്തിൽ രാവിലെ ഭാഗവതം വെച്ച് നമ്മൾ നമസ്കരിക്കാറുണ്ടല്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഗ്രന്ഥ നമസ്കാരത്തിന് ഈ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് ഈ സ്റ്റൂളിന് തോന്നുവാണ് എന്നെ കണ്ടിട്ട് എല്ലാവരും അത് തൊട്ടു വീഴുന്നു എന്ന് തോന്നിയാൽ അത് ശരിയാണോ? നമ്മൾ യഥാർത്ഥത്തിൽ തൊഴുത എന്തിനെയാ? ഭാഗവതത്തെയാണ്. ആ ഭാഗവതത്തിന്റെ മേളിൽ ഇല്ലെങ്കിൽ ആ സ്റ്റൂളിന്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുമോ? നമസ്കരിക്കുമോ? ഒരിക്കലും ഇല്ല. ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ, തിടമ്പിൽ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ തൊഴുന്നു. ആനയ്ക്ക് തോന്നുവാണ് എന്നെയാണ് നമസ്കരിച്ചത് തോന്നിയാൽ ശരിയാണോ? ശരിയാണോ? നമ്മൾ നമസ്കരിക്കുന്ന ദേവനെയാണ്. ഇപ്പം വന്ന് ചിലരെയൊക്കെ തല തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം മേളിയിരിക്കുന്ന ദേവനല്ല പ്രാധാന്യം, ഇപ്പം വരുന്ന ആനയ്ക്കാ പ്രാധാന്യം. മനസ്സിലാവുന്നുണ്ടോ? ചില അമ്പലങ്ങളിലേക്ക് നമുക്ക് ഉത്സവകാലത്ത് പോയാൽ ഗതികേട് പോലെ കാണാം. 12 അടി പൊക്കത്തിൽ പാവപ്പെട്ട ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ചെങ്ങലയിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്പ് കൊണ്ട് അടിയും കൊടുത്ത് കുത്തും കൊടുത്ത് അല്ലേ കൊണ്ടു കിടന്നിട്ട് അതിൻ്റെ ബോർഡടിച്ചു വെക്കും. ദാ വരുന്നു ഗജകാസിരി മന്നൻ, തലയെടുപ്പോടെ. അതിൻ്റെ അടിയിലൊരു വാക്കും കൂടെ കൊടുക്കും. ആരെയാണ്? തോട്ടത്തിൽ മടത്തി ശിവനെ എഴുന്നള്ളിക്കുക. എന്നിട്ട് ശിവന്റെ ചിത്രം ചെറുതാണ്. ഇങ്ങനെയായി മാറി. നമ്മൾ ഭഗവാനെയാണ്. അപ്പോ ആന മോശപ്പെട്ടതാണെന്നോ അല്ല പറഞ്ഞത് അർത്ഥം. പക്ഷെ ഇന്നിപ്പോൾ അതൊരു ദുരാചാരമായി മാറിയിട്ടുണ്ട്. പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ആർഭാടമാവുന്നുണ്ട്, ദുരാചാരമായി മാറുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ദേവനെ എഴുന്നള്ളിക്കാൻ വേണ്ടി ആ ദേവനെ വഹിക്കുന്ന ഒരാളിനെ കഷ്ടപ്പെടുന്നത് ശരിയാണോ? ആണോ? ചിന്തിക്കുക. സ്വയം ചിന്തിക്കേണ്ടത് തിരുത്തേണ്ടതുമായ കാര്യങ്ങൾ തിരുത്തണം. ശരി. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, അപ്പൊ ആ ഭാഗവതത്തെ നമസ്കരിക്കുന്നു. അപ്പൊ ഭാഗവതത്തെയാണ് നമസ്കരിക്കുന്നത് ചിന്തിച്ചാൽ പിന്നെ സ്റ്റൂളിന് അഹങ്കാരം വരണം? വേണ്ട. ഇതുപോലെയാണ് നമ്മൾ ഗുരുനാഥനായ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഗുരുനാഥനായി കണ്ട ഒരു ഗുരുവായി കണ്ട അദ്ദേഹത്തെ നമസ്കരിക്കുമ്പോൾ എന്നെയാണ് നമസ്കരിക്കുന്ന അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹത്തിന് അഹങ്കാരം. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അറിവിനെയാണ് നമസ്കരിക്കുന്നത് തോന്നിയാൽ അദ്ദേഹത്തിന്റെ വിനയം, ഈശ്വര ഗുണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുനാഥന്മാരെ നമസ്കരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ പറയാവുന്ന പോലും അറിയത്തില്ല. ഗുരുവിനെ നമസ്കരിക്കാൻ പാടില്ലെന്നൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചർച്ച നടക്കുന്നത് അല്ലേ? ഗുരുവിന്റെ പാദത്തിൽ പിടിച്ചത് ദുരഭിമാനമാണ്, ആത്മാഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന എന്തോ തെറ്റാണ്. ആലോചിച്ച് നോക്കേ. ഓൺലൈൻ വഴി മദ്യം കച്ചവടം ചെയ്യാൻ സർക്കാരിന് തെറ്റല്ല. വീട്ടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ തെറ്റല്ല. എണ്ണം കൂട്ടാൻ തെറ്റല്ല. മയക്കുമരുന്നിന്റെ ലോബി തഴച്ചു വളർന്നാൽ തെറ്റല്ല. അഴിമതി നടത്താൻ തെറ്റല്ല. കട്ടുമുടിക്കാൻ തെറ്റല്ല. മനസ്സിലാവുന്നുണ്ടോ? ആകെ ഇപ്പോൾ ഉള്ള തെറ്റെന്താ? ഹിന്ദുവിന്റെ ദൈവത്തെ ആരാധിക്കുക, ഹിന്ദുവിന്റെ ശാസ്ത്രത്തെ പിന്തുടരുക അല്ലേ? ശരിയല്ലേ? ഗണപതി ഹോമം നടത്തുക, പേരിടിൽ ചടങ്ങ് നടത്തുക, പിന്നെയോ ഗുരുനാഥന്റെ പൂജ നടത്തിയാൽ തെറ്റ്. നമ്മൾ ഇന്നലെ രാമായണ മാസം സമാപിച്ചതാണ്.
ഈ രാമായണ മാസത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും സന്ധ്യനാമം ജപിച്ചു വന്നവരാണല്ലേ? ആണോ? ആരെങ്കിലും നാമം ചെല്ലില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണോ പണ്ട് തൊട്ടേ നമ്മൾ നാമം ജപിക്കുന്നത്? അല്ല. നമ്മൾ ആ രാമനാമത്തിൽ എങ്ങനെയാണ് ജപിക്കുന്നത്? രാമപാദം ചേരണേ, അല്ലേ? രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമ. ഏറ്റവും ശ്രേഷ്ഠമായ സമർപ്പണമാണ് പാദം. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഗുരുനാഥനെയും ഈശ്വരനെയും മാത്രമേ എവിടെ നമസ്കരിക്കാവൂ? പാദത്തിൽ നമസ്കരിക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവർ നാലും തുല്യഭാവമാണ്. അച്ഛനും അമ്മയും ഗുരുവും ഈശ്വരനും പരസ്പര പൂരകമാണ്. വ്യക്തിയെ അത് ചെയ്യുമ്പോൾ നമ്മുടെ വിനയം വർദ്ധിക്കുക ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമോ? ഇല്ല. നമ്മളുടെ വിനയം. വിദ്യ കൊണ്ടുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ? വിദ്യ കൊണ്ടുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ? ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറയും ജോലിയാണെന്ന് പറയും. വിദ്യ കൊണ്ടുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ? വിനയം ഉണ്ടാവുക എന്നുള്ളതാണ്. അറിവുള്ളവന് വിനയം ഉണ്ടാകണം, അഹങ്കാരം ഇല്ലാതിരിക്കണം. ഇന്ന് നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത്? പറഞ്ഞു മനസ്സിലായില്ലേ? ഇന്ന് വിവരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, വിദ്യ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്തില്ല, വിവരമില്ലെന്ന് പറയേണ്ടി വരും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസത്തെ പത്രം എടുത്തൊന്ന് പഠിച്ചാൽ മതി, മാധ്യമങ്ങളൊന്ന് പഠിച്ചാൽ മതി. സ്വന്തം മാതാപിതാക്കളെ പോലും കഴുത്തറുത്ത് കൊല്ലുന്ന അപകടകരമായ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ദുശീലത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ ലാളിച്ച് ഓമനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിയ തങ്ങളെ മക്കൾ വളർന്ന് അതിലേക്ക് ചെന്ന് ചേക്കേറി കഴിഞ്ഞ് തിരുത്താൻ പറ്റാത്ത സ്വഭാവ വൈകൃതങ്ങൾക്ക് പെട്ടുകഴിഞ്ഞാൽ തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങുന്ന വാർദ്ധക്യം വന്നവർ പോലും വാതിലിന്റെ 2 കൊളുത്തുമിട്ട് കുറ്റിയിട്ടിട്ട് കിടക്കുന്നത് കള്ളനെ പേടിച്ചിട്ടല്ല. ആണോ? ആണോ? അല്ല. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ഓമനിച്ച് കഷ്ടപ്പെട്ട് ലാളിച്ച് വളർത്തിയെടുത്ത നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്തി നിൽക്കുന്ന അപകടകരമായ അവസ്ഥയെ ഭയം കൊണ്ട് സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ, മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം സഹോദരി പോലും കതുകടച്ച് കിടക്കേണ്ട അവസ്ഥയുണ്ട്. പണ്ടൊക്കെ ഒരു പായില്, അല്ലേ, ഒരു വരാന്തയിൽ, ഒരു ഹാളില് 6-7 മക്കൾ ഒരുമിച്ച് കിടന്നപ്പോൾ ഇല്ലാത്ത ഭയം ശരിയല്ലേ? ഇന്ന് നമ്മുടെ വീടുകളിലുണ്ട്, നമ്മളിലുണ്ട് വേട്ടയാടപ്പെടുന്നു. എന്താ കാരണം? ശരിയായ ബോധം നമുക്കില്ല. നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ സപ്താഹ യജ്ഞം നടക്കും. ഈ യജ്ഞം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര ചെറുപ്പക്കാരെ, നമ്മുടെ മക്കള്, എത്ര കുട്ടികൾ ഇവിടെ വന്നിരുന്നത് കേൾക്കാൻ വേണ്ടി രക്ഷകർത്താക്കൾ കൂട്ടിക്കൊണ്ടുവരും. ഇത്ര ചെറുപ്പക്കാരുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. നേരെ മറിച്ച് ഇവിടെ ഒരു ഗാനമേളയോ വിമിക്സ് പരേഡോ ഇവിടെ ഒരു ആഘോഷമോ ആണെങ്കിലോ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ഇടിച്ചു കയറി ആൾക്കാർ വരുന്നതില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ശരിയായ ജ്ഞാനം കൊണ്ട്, ശരിയായ അറിവ് കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ ഈ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഗുരുവിനെ നമസ്കരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം വിനയത്തെ വർദ്ധിപ്പിച്ച് അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന ശ്രേഷ്ഠമായ ഗുണങ്ങളായി മാറുന്നത്. ഇവിടെ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ വിഘ്നങ്ങളായി ചർച്ച ചെയ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഈ അടുത്ത കാലത്ത് ഏതൊക്കെ സ്കൂളിൽ ഗുരുവിനെ പൂജിച്ചു, അത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്നാണ് നമ്മുടെ നാട് ഭരിക്കുന്നവരും ഒക്കെ കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞ് സമരം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അത് പാടില്ല. എന്നാൽ അധ്യാപകനോടൊപ്പം പോയി മദ്യപിക്കുന്ന കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ അധ്യാപകനെതിരെ കേസെടുക്ക്, അതുവരെ ഇപ്പം നടക്കുന്നുണ്ട് പല സ്കൂളിൽ. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, ചില ആനുകാലികം കൂടി ചേർത്ത് പറയുകയാണ്. അല്ല, നമ്മൾ പുരാണം മാത്രം കേൾക്കുകയല്ല, നമ്മുടെ ജീവിതം കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു സ്കൂളിലെ പഠിത്തം തീരുന്ന ആനിവേഴ്സറി ഡേ. പണ്ടൊക്കെ നമുക്കറിയാം സ്കൂളിലെ കുട്ടികളെല്ലാം കൂടെ മധുരമൊക്കെ അല്ലേ, മുട്ടായിയൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എല്ലാവരും പങ്കുവെച്ച് സന്തോഷത്തിൽ യാത്ര പറഞ്ഞ് പിരിയുന്ന സ്ഥലത്തേക്ക് 4-5 സ്കൂളിലെ കുട്ടികളുടെ വാർത്ത മാധ്യമങ്ങളിൽ വന്നു. 1.5 കിലോ കഞ്ചാവ് ഓർഡർ ചെയ്തിരിക്കുന്നു. 15 വയസ്സുള്ള ചെറുക്കൻ. എന്താ? ഞങ്ങൾ പഠിച്ച് പിരിയാൻ പോവുക, അതിനു മുമ്പ് ഞങ്ങൾക്കൊന്ന് അടിച്ച് പിരിയണം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനെതിരെയല്ല. പണ്ട് ഗുരുവിനെയും ഗുരുവിന്റെ കയ്യിലിരിക്കുന്ന ചൂരിലും ഒക്കെ
നമ്മളെ നാട് നന്നാക്കാൻ അത്യാവശ്യം മതി പോരെ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ വരുമ്പോൾ കശത്തൊരു ചൂരല് കാണും. ഈ ചൂരല് കാണുമ്പോൾ തന്നെ നമ്മൾ നേരെയാവത്തില്ലേ? ആവുമായിരുന്നു. പക്ഷെ ഇന്നോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ശരി, അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ദേഷ്യം വന്നു. ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ആളിനെ അറിഞ്ഞോ അറിയാതെ പോലും അനാദരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ അർത്ഥം? ബഹുമാനിക്കപ്പെടേണ്ട ആളിനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ പോലും എന്ത് ചെയ്യാൻ പാടില്ല? അനാദരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളെ വീട്ടിൽ പണ്ട് പഠിപ്പിച്ചിരുന്നു നമ്മുടെ അച്ഛനും അമ്മമാരും. എങ്ങനെയാ? നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ചില അറിവുകൾ, നമ്മൾ വലിയ അറിവുകളെ അവർ ലളിതമായി പഠിപ്പിച്ചിരുന്നു. നമ്മളൊക്കെ ഓടിച്ചാടി ഇങ്ങനെ വരുമ്പോൾ അറിയാതെ ആരുടെയെങ്കിലും കാലിലൊന്ന് ചവിട്ടിയെന്ന് വെക്കുക. നമ്മുടെ അമ്മയോ അച്ഛനോ അന്നേരം എന്ത് പറയും? തൊട്ടു എഴുതാൻ പറയും, ഇല്ലേ? ആലോചിച്ച് നോക്കെ, അവിടെ നമ്മൾ എവിടെയാണ് തൊട്ടു എഴുതുന്ന? കാലിലാണ്, അല്ലേ? തൊട്ടു തൊഴുതും. അവിടെ ആരെങ്കിലും ഇത് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ താൻ ചെയ്ത ഒരു തെറ്റിന് പശ്ചാത്താപത്തോടുകൂടി തൊട്ട് നമസ്കരിക്കുമ്പോൾ തെറ്റിലേക്ക് പോകാതെ ഇരിക്കാനുള്ള ഗുണം കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കലാണ്. അപ്പോ ആ തെറ്റുകളിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള വഴിയായിട്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഈ ഗുരുവിനെ അറിയാതെ ചവിട്ടിയപ്പോഴാണ് നമ്മൾ തൊട്ടുവരുന്നത്. അറിഞ്ഞുകൊണ്ട് ചവിട്ടാനേ പാടില്ല, അറിയാതെ തട്ടി. അപ്പം അവിടെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഇവിടെ ആകട്ടെ ആരാധിക്കപ്പെടേണ്ട ഗുരുവിനെ ആ ഋഷി എന്ത് ചെയ്തു? അനാദരിച്ചു. തൻ്റെ ആവശ്യം നിരാകരിച്ചത് കൊണ്ട് ഇയാൾക്ക് ചെവി കേൾക്കില്ല, ജഡമാണോ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? ജഡത്തിന്റെ പ്രതീകമുള്ള ചത്ത ഒരു പാമ്പിനെ എടുത്ത് മാല പോലെ എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു. മാല ഇടുന്നത് എന്തിനാ? യഥാർത്ഥത്തിൽ ബഹുമാനിക്കാനാണ്. ഇവിടെ ചത്ത പാമ്പിനെ, നിർജീവമായ ജഡമായ പാമ്പിനെ എടുത്തിട്ടു. ഇവിടെ പാമ്പിനെ ഇട്ടു എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മളിലുള്ള പ്രാണൻ, എനർജിയുടെ സഞ്ചാരഗതിയെക്കുറിച്ച് പറയുന്നത് ഒരു സർപ്പാകൃതി എന്നാണ്. മനസ്സിലായില്ലേ? മൂലാധാര ചൈതന്യം നമ്മളിൽ വർത്തിക്കുന്നത് ഒരു സർപ്പത്തെ പോലെയാണ്. അപ്പോ ചത്ത പാമ്പെന്ന് പറഞ്ഞാൽ ജഡതുല്യനാണ്. ഈ മഹർഷി എന്തിനു തുല്യനാണ്? ജഡതുല്യനാണ്. ചോദിച്ചിട്ടും മിണ്ടുന്നില്ല, ഒന്നും കേൾക്കുന്നതുമില്ല, അനുഭവിക്കുന്നുമില്ല. അതുകൊണ്ട് ജഡതുല്യനാണെന്ന് പറഞ്ഞ് അപമാനിച്ചു. ഇദ്ദേഹം രാജാവ് തിരിച്ചുപോയി. പോകുന്ന സമയത്ത് രാജാവിന് കോപമൊക്കെ മാറിയപ്പോൾ തോന്നി വേണ്ടിയിരുന്നില്ല. ഏതൊരു തെറ്റും ചിലപ്പോൾ ചെയ്താൽ നമുക്ക് തോന്നില്ലേ, അന്നേരം അത് വേണ്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് തിരുത്താൻ നിൽക്കുന്നില്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ കുഴപ്പം. പക്ഷേ രാജാവിന് തോന്നി അന്നേരം അത് ചെയ്യേണ്ടിയിരുന്നില്ല. കാരണം എന്താ? വളരെ അറിവുള്ള ആളാണ് രാജാവ്. ഭഗവാനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ട ആളാണ്, ധർമ്മിഷ്ഠനാണ്. പക്ഷേ ഒരു നിമിഷത്തെ ദൗർബല്യം കൊണ്ട് കോപമുണ്ടായ സമയത്ത് എന്ത് സംഭവിച്ചു? അറിവ് ക്ഷയിക്കുകയും പകരം തെറ്റായ കർമ്മം ചെയ്യുകയും ചെയ്തു. ക്രോധാർഭവതി സമ്മോഹ. ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് സുഖപ്രജ്ഞാവസ്ഥയിൽ പറയും, അർജുന ക്രോധാർഭവതി സമ്മോഹ. ക്രോധം കൊണ്ട് സമ്മോഹമുണ്ടാകും, അതായത് ബുദ്ധിക്ക് ഭ്രംശമുണ്ടാവും. മനസ്സിലായില്ലേ? ശരിയായ ബുദ്ധി നഷ്ടപ്പെടും. ഇവിടെ രാജാവിനും അത് തന്നെയല്ലേ സംഭവിച്ചത്, അല്ലേ? ശരിയായ ബുദ്ധി. നമുക്കൊക്കെ കോപം വരുമ്പോൾ അങ്ങനെ സംഭവിക്കാറില്ലേ? ഇല്ലേ? ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്ത് എറിഞ്ഞുടച്ചിട്ടുണ്ട്, വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവസാനം കുറച്ച് കഴിയുമ്പോൾ ഈ എറിഞ്ഞുടച്ച സാധനത്തിന് മുമ്പിൽ പോയി നമ്മൾ തന്നെ താടിക്ക് കയ്യും കൊടുത്ത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കാറില്ലേ? ഇല്ലേ? ക്രോധം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മളോട് അടുപ്പമുള്ളവരോട് ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നാറില്ല അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറില്ലേ? അപ്പം നമുക്കെന്ത് ചെയ്യും? ബുദ്ധി ക്ഷയിക്കും. മനസ്സിലാകുന്നുണ്ടോ? ക്രോധം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരിയായ ബുദ്ധിയെ കീഴ്മേൽ മറിക്കും. അപ്പോൾ രാജാവ് അങ്ങനെ ചിന്തിച്ചു. ഇതേ സമയത്ത് തന്നെ ഈ മഹർഷിയുടെ മകൻ അവൻ്റെ കളിസ്ഥലത്ത് നിൽക്കുമ്പോൾ മുനികുമാരനോട് ആരോ വന്ന് പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരാൾ ചത്ത പാമ്പിനെ എടുത്തിട്ടിട്ട് പോയി, നാണമില്ലടാ നിനക്ക് ഇവിടെ കിടന്ന് കളിക്കാൻ. അച്ഛനെ അപമാനിച്ചാൽ മക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. മകൻ ഉടനെ എന്ത് ചെയ്തു? തനിക്ക് കുറേ മന്ത്രമൊക്കെ അറിയാലോ. എന്നാൽ പിന്നെ മകനും കോപം വന്നു. നേരെ അല്പം ജലം കയ്യിലെടുത്ത് ആചമനം ചെയ്തു മന്ത്രം ജപിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ ജപിച്ചുകൊണ്ട് ശപിച്ചു, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ ഇട്ടവൻ 7 ദിവസം കൊണ്ട് ചെയ്യും ഉഗ്രവിഷമുള്ള, മനസ്സിലായില്ലേ, തക്ഷകന്റെ കടിയേറ്റ് മരിക്കട്ടെ, വലിയ പാമ്പിന്റെ കടിയേറ്റ് മരിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. തക്ഷകന്റെ കടിയേറ്റ് മരിക്കാൻ ശപിച്ചു. ഈ മകൻ എന്നിട്ട് സന്തോഷത്തോടെ ഓടി വരികയാണ്. എന്താ? അച്ഛൻ വിഷമിക്കണ്ട, അച്ഛനെ അപമാനിച്ചവന് ഞാൻ പണി കൊടുത്തിട്ടുണ്ട്.
അച്ഛനോട് വന്ന് പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ കാലത്ത് അച്ഛനാണെങ്കിൽ എന്ത് പറയും? നീ ആടാ എൻ്റെ മോൻ, അല്ലേ, മിടുക്കനാടാ, വയറ് നിറച്ച് വേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തും ഇല്ലേ, അച്ഛന് സ്നേഹം കൂടും. എന്താ കാര്യം? അച്ഛനെ റോഡി വെച്ചെടുത്ത കളിയാക്കി മോൻ അവൻ്റെ മൂക്കാൻ വേണ്ട ഇടിച്ചിട്ട് വന്നാൽ ഇന്നത്തെ കാലത്ത് അച്ഛൻ പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. എന്നോട് കളിച്ചത് കൊണ്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ മോനെങ്കിലും കൊടുത്തിട്ട് ഒന്ന് സന്തോഷിക്കില്ലേ? ഇവിടെയാണ് നമ്മൾ ശരിയായ പിതാവ് എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കേണ്ടത്. നമ്മൾ വെറുതെ ഒരു കുടുംബജീവിതം നയിക്കേണ്ടത്, ശരിയായ മാതാപിതാക്കളായി മാറാൻ ഭാഗവതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഇവിടെ ഒരു ശരിയായ അച്ഛൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ കൃത്യമായി ബോധിപ്പിക്കുകയാണ്. ഇവിടെ ശമീജകൻ എന്ന് പറയുന്ന മഹർഷി തൻ്റെ മകനായ ശൃംഗിയോട് പറയുന്ന, മകനെ നീ ചെയ്തത് തെറ്റായിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? നീ ചെയ്തത് തെറ്റായിപ്പോയി. എന്താ കാരണം? യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന സംഭവം ഈ മകൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ കാണാത്ത ഒരു സംഭവത്തിന്റെ പേരിൽ തീരുമാനമെടുക്കുന്നത്, കൃത്യമായ അറിവില്ലാത്ത ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് ശരിയോ തെറ്റോ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയോ തെറ്റോ? മനോബലം ചോർന്നോ? ശരിയായ ബോധമില്ലാത്ത വിഷയത്തിൽ തീരുമാനമെടുത്താൽ അത് ദുഃഖത്തിന് കാരണമാവും. യഥാർത്ഥത്തിൽ ഈ കുട്ടി ഇത് കണ്ടിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഇതിൽ തൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ അതറിഞ്ഞിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ചെയ്തത്, ആരാണത് ചെയ്തതെന്ന് പോലും കുട്ടി അറിഞ്ഞിട്ടില്ല. അച്ഛൻ പറയുമ്പോഴാണ് അറിയുന്നത് രാജാവാണ്. ഇപ്പം നാട് ഭരിക്കുന്ന ധർമ്മിഷ്ഠനായ നല്ലൊരു ഭരണാധികാരിയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഒരു ക്രോധം തൻ്റെ മകനിൽ നിന്നുണ്ടായി. അങ്ങനെ മകൻ ശപിച്ചു, അത് ഫലിച്ചു എന്ന് വെക്കുക. ഫലിക്കാതിരിക്കില്ല, പക്ഷെ അത് ഫലിച്ചു എന്ന് വെക്കുക. ഈ ഫലിക്കുന്നതോടുകൂടി സാധാരണഗതിയിലാണെങ്കിൽ ഈ കുട്ടിക്ക് അഹങ്കാരം കൂടത്തില്ലയോ? അല്ലേ? എടാ, ഇത്രയും വലിയൊരു രാജാവിനെ വരെ ഞാനും ചെയ്തു, ശപിച്ചില്ലാതാക്കി. അപ്പം വീണ്ടും ഈ കുട്ടി പലരെയും ശപിക്കാൻ തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ ഈ ദുർഗുണം, ഈ ക്രോധം ഉണ്ടാവുക എന്നുള്ളത് കണ്ടതിനും പിടിച്ചതിനൊക്കെ കോപിക്കാൻ ഉള്ള ശീലം വരും. ആ ദുർഗുണം കുഞ്ഞിലുണ്ടാവരുത്. അപ്പൊ തങ്ങളുടെ മക്കളിൽ ഏതെങ്കിലും ഒരു ദുർഗുണം തുടങ്ങിയാൽ ആ നിമിഷം തന്നെ ആ ദുർഗുണത്തെ എന്ത് ചെയ്യണം? വേരോടെ പിഴുത് മാറ്റാൻ അച്ഛനമ്മയ്ക്കും സാധിക്കണം. ഇന്ന് അങ്ങനെ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? തുടക്കത്തിലേ തിരുത്തുക. മനസ്സിലാവുന്നുണ്ടോ? തുടക്കത്തിലേ തിരുത്തണം. അല്ലാതെ പെരയ്ക്ക് മുകളിൽ വളർന്ന് പെരയുടെ മേലിലോട്ട് മറിഞ്ഞു വീഴാൻ നേരത്ത് പോയി കുറിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ, കാരണം എന്താ? ചുട്ടയിലെ ശീലം ചുടലവരെ. ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചോ കൃത്യമായി വളർത്തി ഏതൊരു കാര്യവും തെറ്റാണെങ്കിൽ മറച്ചു വെക്കാതെ ആ നിമിഷം തന്നെ അവരത് ബോധ്യപ്പെടുത്തി തിരുത്തണം. ഇവിടെ ശമീജകൻ പറഞ്ഞു, മകനെ അത് തെറ്റാണ്. എന്താ കാരണം? എൻ്റെ ഭാഗത്തും അറിയാതെയാണെങ്കിലും ചില തെറ്റുണ്ട്. എന്താ അറിയാതെയാണെങ്കിലും? ഒന്ന്, തൻ്റെ അടുത്തേക്ക് വന്ന ആൾ അതിഥിയായിട്ടാണ്, അല്ലേ? ആശ്രമത്തിലേക്ക് വരുന്ന ആളാരാ? അതിഥിയാണ്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അതിഥിയെ എങ്ങനെ കാണണം? അതിഥിയെ സൽക്കരിക്കണം, ദേവനായിട്ട് കാണണം. അതിഥി ദേവോ ഭവ. അപ്പൊ അങ്ങനെ കാണാൻ സാധിച്ചോ? ഇല്ല. രണ്ടാമത് വിശന്ന് വന്ന ഒരാളാണ്, ദാഹിച്ചു വന്ന ഒരാളാണ്. അപ്പൊ ദുഃഖിതനല്ലേ? അല്ലേ? നമുക്ക് ദാഹവും വിശപ്പും ഒരു തരത്തിൽ ദുഃഖമാണ് തരുന്നത്. അപ്പൊ അങ്ങനെ ദാഹിച്ച് വിശന്ന് വന്ന് വരുന്ന ഒരാളിന് അന്നം കൊടുക്കാൻ സാധിച്ചോ? കൊടുത്തില്ല. അതും ഒരു തെറ്റാണ്. പിന്നെയോ, രാജാവാണ്. രാജാവിനെ കടന്നു വരുമ്പോൾ സൽക്കരിക്കുക, അല്ലെങ്കിൽ രാജാവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു പ്രചാരം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ അറിയാതെയാണെങ്കിലും തനിക്കും വീഴ്ച വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈശ്വരാരാധന ചെയ്തുകൊണ്ടിരുന്നതാണെന്നൊരു പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട രാജാവാണ്. അപ്പൊ രാജാവിനൊരു തെറ്റ് പറ്റി, ആ തെറ്റിന് പകരം മകനും വേറൊരു തെറ്റ് ചെയ്താൽ അത് പരിഹരിക്കപ്പെടുമോ? ഒരു തെറ്റിന് പരിഹാരം വേറൊരു തെറ്റാണോ? അല്ല. നമ്മൾ പണ്ടേ കേൾക്കുന്നൊരു ചൊല്ലില്ലേ, ഒരു കൈ കൊണ്ട് അടിച്ച ശബ്ദം കേൾക്കില്ല. എങ്ങനെയാ കേൾക്കുന്നത്? എല്ലാ ദിവസവും ഓർത്തിരുന്നാൽ നല്ലത്. മനസ്സിലായില്ലേ? ചില വീടിൻ്റെ മുമ്പിലൂടെ ഒക്കെ പോകുമ്പോൾ ഇത് ഓർത്തിരുന്നാൽ വളരെ നല്ലത്. സാധാരണ ഇത് ചില പറയും കുടുംബമല്ലേ, തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, ഇല്ലേ, ചട്ടിയും കലമാവും എന്നൊക്കെ പറയുന്ന, അതൊക്കെ നമ്മൾ ഈ ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്നത് കേട്ടു, ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാനങ്ങ് പറയുന്നതേ ഉള്ള. പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ കാലം ഭർത്താവ് പറയും ഭാര്യ കേൾക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭാര്യ പറയും ഭർത്താവ് കേൾക്കും. മനസ്സിലായില്ലേ? കുറച്ച് കാലം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും പറയും നാട്ടുകാരെ കേൾക്കും.
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ പലതരത്തിലേക്കും പോകാറുണ്ട്. അപ്പം ഒരു കൈ കൊണ്ട് അടിച്ചാൽ ശബ്ദം കേൾക്കില്ല, രണ്ട് കൈ കൊണ്ടും ഇല്ലേ, അങ്ങനെ പറയാറില്ലേ? ഉണ്ടോ? അപ്പൊ അതുപോലെയാണ് ഇവിടെ ആ അച്ഛൻ തിരുത്തി മകനെ നിന്റെ ഭാഗത്തിൽ തെറ്റുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ഇത് ആവർത്തിക്കരുത്. എന്നിട്ട് നേരെ പോയിട്ട് ആരെ അറിയിച്ചു? ഈ രാജാവിനെ തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ ഏർപ്പാട് ചെയ്തു. അറിഞ്ഞ ഉടനെ തന്നെ ആ പരീക്ഷത്ത് രാജാവിന്, ഇന്നത്തെ നമ്മുടെ ഭരണാധികാരിയാണെങ്കിൽ എന്ത് ചെയ്യും? എടാ രാജാവായ എന്നെ ശപിച്ചോ, എങ്കിൽ അവനെ അവൻ്റെ അച്ഛനെ എല്ലാം വിളിച്ച് ജയിലിടാൻ പറയത്തില്ലേ? അതല്ലേ ചെയ്യുന്നേ? ഇന്നത്തെ ഭരണാധികാരി തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് നമുക്ക് പറയാനുള്ള അവകാശമുണ്ടോ? പറയാൻ പോയാൽ നമ്മളെ പിടിച്ച് ജയിലിടും, ഇല്ലെങ്കിൽ ലാത്തി കൊണ്ട് അടിക്കും. ശരിയല്ലേ? ഇവിടെ അങ്ങനെയല്ല. ധർമ്മിഷ്ഠനായ ഭരണാധികാരിയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം. അപ്പൊ അംഗീകരിച്ചു, എന്താ, ഞാനത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഈ ശാപം, അല്ലാതെ ആ മുനികുമാരനോ അച്ഛനോ അല്ല കാരണം. ഇപ്പൊ കോപം വന്നപ്പോ കോപം കൊണ്ട് ഞാൻ ചെയ്ത കർമ്മം തെറ്റായിരുന്നു, അതിന്റെ പരിണിത ഫലം ഇങ്ങനെ വന്നു. അതുകൊണ്ട് ഈ അന്ത്യകാലത്തിലേക്ക് എത്തി. ഇനി 7 നാളുകളേ ഉള്ളൂ, ഉറപ്പിച്ചു, മാറ്റമൊന്നുമില്ല. 7 നാളുകളേ ഉള്ളൂ. ഒരു ദിവസം മുമ്പേയും ഇല്ല, ഒരു ദിവസം പിൻപോട്ടും ഇല്ല. അങ്ങനെ ഒരു ഉറപ്പാർക്ക് കിട്ടി, പരീക്ഷത്തിന് കിട്ടി. ആ അവസ്ഥയിൽ പരീക്ഷത്തിൽ ചിന്തിച്ചു, ഇനി എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഋഷീശ്വരന്മാരോടൊക്കെ സംസാരിച്ചു. അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരണമാസന്നമാണല്ലോ, വന്നു ചേർന്നു. മരണമാസന്നമായിരിക്കുന്നവൻ എന്താണ് രക്ഷാമാർഗം എന്ന് ചിന്തിച്ചു. ഈ സമയത്ത് ഋഷീശ്വരന്മാർ അതിന് മറുപടി കൊടുത്തു. മരണമാസന്നമായിരിക്കുന്ന വേളയിൽ എന്താ വേണ്ടത്? മരണമാസന്നാവുമ്പോൾ എന്താ വേണ്ടത്? ഭഗവാനെ വിളിക്കണം. അപ്പൊ എപ്പോഴാണ് ഇനി വിളിക്കേണ്ടത്? ഏത് പ്രായത്തിലാ? ഏത് പ്രായത്തിലാ? മരണമാസന്നാവുമ്പോൾ ഭഗവാനെ വിളിക്കണം. അപ്പൊ ഏത് പ്രായത്തിലാ? ഏത് പ്രായത്തിൽ വിളിക്കണം? എല്ലാ പ്രായത്തിലും വിളിക്കണം. ജനിച്ച നിമിഷം തൊട്ട് വിളിച്ചു തുടങ്ങണം. കാരണം ഏത് സമയത്താണ് മരണം എന്നുള്ളതിന് നമുക്ക് വല്ല റെക്കോർഡുണ്ടോ? ഒരു പേന മേടിക്കാൻ പോയാൽ നമ്മൾ ചോദിക്കും ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു ഫാൻ മേടിക്കാൻ പോയാൽ ചോദിക്കും ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? ഒരു മിക്സി മേടിക്കാൻ പോയാൽ നമ്മൾ ചോദിക്കും ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിക്കും. TV മേടിക്കാൻ പോയാൽ ഗ്യാരണ്ടി ഉണ്ടോ ചോദിക്കും. ഇതെല്ലാം ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആരെങ്കിലും ഗ്യാരണ്ടി പേപ്പറുമായിട്ടാണോ വന്നേ? 76 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഉണ്ട്, തിരിച്ചു കൊടുത്താൽ വേണ്ട എടുക്കാം, വല്ലതുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് നമ്മൾ, മനസ്സിലായേ? എന്നിട്ട് നാട്ടിലുള്ള എല്ലാത്തിനെയും ഗ്യാരണ്ടി ഇറക്കിയാണ്. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. അപ്പൊ ഇവിടെ പരീക്ഷത്തിന് അന്ത്യകാലമായി. അപ്പൊ നമ്മളെ ഏത് സമയം അന്ത്യകാലോ? അതുകൊണ്ടാണ് നമ്മൾ ഭാഗവത കീർത്തനത്തിൽ ഒരു വരി ഇവിടെയും ചേർത്ത് വെക്കുക, പഠിക്കാൻ എളുപ്പമാ. അര നിമിഷം ബദ്ധ കളയുന്നതായി, അല്ലേ? മനസ്സിലേക്ക് മെരുവണം, മെരുവുക സതതം നാരായണ. അരനിമിഷം എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കുക, ഏത് സമയത്തും ഭഗവാനെ സ്മരിക്കുക. ഏത് പ്രായം എന്നുള്ളതല്ല, എപ്പോഴാണ് അവസാനം എന്ന് നമുക്ക് ഉറപ്പില്ല. ഇവിടെ പരീക്ഷത്തിന് പിന്നെ ഒരു ഉറപ്പുണ്ട്, 7 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളത്. നമുക്ക് അത്ര പോലും ഇല്ല. അപ്പോഴാണ് പരീക്ഷത്തിന് ഉത്തരം കിട്ടി. അന്ത്യകാലേ നാരായണ സ്മൃതി. അന്ത്യസമയത്ത് എന്തുണ്ടാവണം? നാരായണ സ്മൃതി ഉണ്ടാവണം, ഭഗവാന്റെ സ്മരണ ഉണ്ടാവണം. എന്താ കാരണം? അവസാന സമയത്ത് എന്തിനെയാണോ സ്മരിക്കുന്നത് അതിലേക്ക് ചെന്ന് ചേരും. അപ്പൊ ചോദിക്കും, മരിക്കാൻ നേരത്തെ തന്നെ നാരായണ എന്ന് വിളിച്ചാൽ പോലെ? പറ്റില്ല. വിളിക്കാൻ വേണ്ടി മുഴുവൻ ജീവിതവും മാറ്റിവെച്ചു പോയ ഭരതൻ അവസാന കാലത്ത് ഭഗവാനെ വിളിക്കുന്നതിന് മാനെ ഓർത്ത് മാനായി ജനിച്ച കഥ തൊട്ടു പുറകിൽ ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. ജീവിതകാലത്ത് മുഴുവൻ അറിയാതെ പലതും ചെയ്ത് നടന്നിട്ട് അവസാന സമയത്ത് എന്തോ പൂർവ്വജന്മ ഭാഗ്യം കൊണ്ട് അവസാനം നാരായണ എന്നൊന്ന് വിളിച്ചത് കൊണ്ട് മാത്രം മുക്തി കിട്ടിയ അജാമിളനെയും ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയും, ഈ അവസാന കാലത്ത് നമ്മൾ എന്തിനെ ഓർക്കുന്നോ അതായിട്ടാണ് അടുത്ത ജന്മം. നമ്മളൊക്കെ വീട്ടിൻ്റെ ചില പറമ്പിൽ തൊടിയിലൊക്കെ ചില മാവൊക്കെ പൂത്തു വരുമ്പോൾ, മാങ്ങ പിടിച്ചു വരുമ്പോൾ ആ മാവിൻ്റെ വീട്ടിലൊക്കെ ചില ചേരയൊക്കെ വന്ന് നടക്കുന്നുണ്ടില്ല. ആരൊക്കെ പിള്ളേർ കല്ലെറിയാൻ വന്നാൽ ഈ ചേര ഓട്ടിക്കും. എന്താ കാര്യം അറിയോ? തമാശ രൂപേണ പറയുന്നതാണെങ്കിൽ ഗൗരവമുള്ളതാ, ചിന്തിച്ചോ. പണ്ട് ഈ മാവ് പൂക്കുന്ന കാലത്ത് നാട്ടിലെ പിള്ളേർ വന്ന് മാങ്ങ വിൽക്കുന്നതിനെ കുറിച്ച് ഓർത്ത് മരിച്ചുപോയ ഏതോ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെയാ. മനസ്സിലാകുന്നുണ്ടോ? വർഷാവർഷം മാവ് പോകുമ്പോൾ അവിടെ വന്ന് കിടക്കുന്നത്. നാട്ടുകാരുടെ എറി കിട്ടും, നമ്മുടെ അടി കിട്ടും.
ആരെ അടിക്കലെന്ന് ഓർത്തേക്കണേ. എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് അപ്പൂപ്പൻ്റെ ചിത്രത്തിനെ ഒന്ന് ചന്ദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പാവം. നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ എത്ര എറിഞ്ഞാലും ഓടാതെ വളർത്താതെ നമ്മൾ വളർത്തിയിട്ട് പോലും ഇല്ലാത്ത ചില പട്ടികൾ കയറി നമ്മളെ വീട്ടിലെ കാവൽക്കാരായിട്ട് തനിയൊക്കെ മാറത്തില്ലേ. കുറേ നാൾ കഴിയുമ്പോൾ പറയും എറിഞ്ഞിട്ടൊന്നും പോലെ, പിന്നെ അവിടെ കിടക്കട്ടെ, എന്തായാലും വീടിനൊരു കാവല പറയാറില്ല. എന്താ കാരണം? പണ്ട് കാലത്ത് മരിക്കാൻ നേരത്തെ നമ്മുടെ പൂർവികരാരെങ്കിലും ഞാൻ പോയ വീട്ടിന് കാവലിന് ആരുണ്ട്, വീട് നോക്കാൻ ആരുണ്ട്, മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വീട് അനാഥമാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മരിച്ച ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? വല്ലതൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അടിയൊന്നും കൊടുത്തു കളരുത്, ചവിട്ടൊന്നും കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് സഹജീവികളെയൊക്കെ അല്പം കാരുണ്യത്തോടെ കാണാം. അതേ അവസ്ഥയിൽ നമ്മളും കിടക്കേണ്ടി വരരുത്. ഞാൻ പറഞ്ഞ ഇതിനു വേണ്ടിയിട്ടാണ്. കിടന്നവരൊക്കെ അവിടെ കിടന്നോട്ടെ, ഇനി നമ്മളും ഇതേ അവസ്ഥയിൽ പോയിട്ട് അവിടെ കിടക്കുന്ന അവസ്ഥ വരരുത്. കാരണം അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആരെ സ്മരിക്കുക? ഭഗവാനെ സ്മരിക്കുക. അപ്പോൾ ഇപ്പം മുതൽ തന്നെ ഭഗവാനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ പരീക്ഷിച്ച് അതിന് തയ്യാറായി. എപ്പോഴാണോ നമ്മൾ ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്, ആ സമയത്ത് നമുക്ക് വഴികാട്ടിയാകാനുള്ള ഗുരുവിനെ ആര് നൽകും? ഈശ്വരൻ നൽകിക്കോളും. ഈശ്വരനെ നേടാൻ ആഗ്രഹിച്ചാൽ നമുക്ക് ഈശ്വരൻ പിന്നെ നമ്മളതിന് ദത്തെടുത്തോളും. ദത്തെടുക്കുന്നത് നമുക്ക് വേണ്ടതെല്ലാം കൃത്യമായി ആര് നിർവഹിക്കും? ഭഗവാൻ നിർവഹിക്കും. ഇവിടെ പരീക്ഷത്തിനെ ദത്തെടുത്തു ആരിലൂടെ? ശ്രീശുകൻ എന്ന വ്യാസപുത്രനിലൂടെ. ആ ശ്രീശുകൻ ബ്രഹ്മർഷി ഭഗവാൻ വ്യാസനിൽ നിന്ന് നേരിട്ട് ഭാഗവതം കേട്ട പരമജ്ഞാനിയായ, പരമജ്ഞാനത്തിൻ്റെ ബോധത്തിൽ ഉറച്ച ബ്രഹ്മനിഷ്ഠനായ മഹാത്മാവായ ശ്രീശുകനെ തന്നെ ആർക്ക് ഗുരുവായി കിട്ടി? പരീക്ഷത്തിന് ഗുരുവായി കിട്ടി. പരീക്ഷത്ത് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരമായി ഭാഗവതമാകുന്ന ഗംഗ ഇങ്ങനെ പ്രവഹിച്ചു. 7 ദിവസം കൊണ്ട് സർവ അജ്ഞാനത്തെയും മാറ്റി മരണഭയത്തെ അകന്ന പരീക്ഷത്ത് തക്ഷകനെ വരൂ എന്നെ ഒന്ന് കടിക്കൂ എന്നുള്ള അർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി ആ ശരീരത്തെ ഉപേക്ഷിച്ച് ഭഗവത് പാദത്തെ നേടി. അപ്പോൾ അപ്രകാരം ആ നിലയിൽ ഭാഗവതത്തെ സ്വീകരിക്കാൻ നമുക്കും ഒക്കെ സാധിക്കണം. ഭഗവത് ജ്ഞാനത്തിലേക്ക് മുഴുകി മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കാൻ നമ്മളെ